ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസ് ശ്യാംജിത്തിന് 10 വർഷം തടവ് വിധിച്ച് ജില്ലാ സെഷൻസ് കോടതി. വിധിയിൽ സന്തോഷമുണ്ടെന്നും വിഷ്ണുപ്രിയയുടെ കുടുംബം. എടക്കാട് പുതിയ ദേശീയപാത അപകടക്കെണിയാവുന്നു. ജീപ്പിന് പുറമെ മത്സ്യം കയറ്റി വന്ന ലോറിയും അപകടത്തിൽപ്പെട്ടു. SFI വിദ്യാർത്ഥിക്ക് ഒത്താശ ചെയ്യാൻ ശ്രമിച്ച കണ്ണൂർ സർവകലാശാലയിലേക്ക് KSUവിന്റെ പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. അഞ്ചരക്കണ്ടിയിൽ വീടിന് കേടുപാടുകൾ. OLPP അവാർഡിന്റെ തിളക്കത്തിൽ പൊന്നാമ്പല. ബാല്യത്തിലെ കഴിവ് തെളിയിച്ച കലാകാരിക്ക് ഇത് നാടിന്റെ ആദരം. പരീക്ഷ ക്രമക്കേടിലും ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലും അന്വേഷണം നടന്നുവരുന്നതായി വൈസ് ചാൻസലർ. ഉടൻ സെനറ്റ് ചേരുമെന്നും അറിയിച്ചു. ട്രഷർ ഹണ്ട് മോഡലിൽ കണ്ണൂരിൽ മയക്കുമരുന്ന് വിൽപ്പന. അതിനൂതന ടെക്നോളജി കണ്ണൂരിൽ ഇത് ആദ്യം. ദുരിതം താണ്ടി എളയാവൂർ കാട്ടുമച്ചാൽ പ്രദേശവാസി. കാലവർഷം എത്തിയാൽ ചെളിയിൽ തുഴഞ്ഞു പോകേണ്ട അവസ്ഥ. ഫുഡ് ഫെസ്റ്റുമായി കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ. ഇത് 2ാം തവണ രുചിവൈവിധ്യമൊരുക്കി അംഗങ്ങൾ. സോളാർ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ തുടർച്ചയായി വിളിച്ചിരുന്നതായി ജോൺ ബ്രിട്ടാസ് MP. നോക്കാം വിശദമായ വാർത്തകൾ. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവ് ശിക്ഷയും വിധിച്ച് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജിത്. കൂടുതൽ കാര്യങ്ങൾ വിധി പഠിച്ച ശേഷം 2 ലക്ഷം രൂപ പിഴത്തുക കുടുംബത്തിന്. പരമാവധി ശിക്ഷ എന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ജീവപര്യന്തം നൽകിയതിൽ സന്തോഷമെന്നും വാദിഭാഗം പറഞ്ഞു. അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാമെന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. പരമാവധി ശിക്ഷ നൽകണം. അതെ, പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു. ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈഫ് അല്ലെ ഡെത്താണ്. അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക. ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാതിരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോടു ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുക. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാലും അങ്ങനെയാണ്? എന്താണ് അത്? കൺകറന്റ് എന്നാണ് പറയുന്നത്. ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വിധി. ലൈഫും ഈ 10 വർഷവും ലൈഫ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണ്, അല്ലാതെ പ്രത്യേക ടേമൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് അതിന്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ്. ഏതായാലും ജീവിതാന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിക്കുക. 2022 ഒക്ടോബർ 22-നാണ് വിഷ്ണുപ്രിയയെ യുവാവ് കഴുത്തറുത്തു കൊന്നത്. മുൻകൂട്ടി പദ്ധതിയിട്ടാണ് ശ്യാംജിത്ത് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത് സാധൂകരിക്കുന്നതിനായി സംഭവത്തിന് 2 ദിവസം മുമ്പ് കൂത്തുപറമ്പിലെ കടയിൽ നിന്നും പ്രതി ചുറ്റികയും കയ്യുറയും വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ശ്യാംജിത്തിനെ പ്രകോപിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വീട്ടുകാർ ഇല്ലാത്ത സമയത്തായിരുന്നു പ്രതി കൃത്യത്തിനായി തെരഞ്ഞെടുത്തത്. വീട്ടിലെത്തി വിഷ്ണുപ്രിയയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറക്കുകയായിരുന്നു. മരണശേഷം ശരീരം കുത്തി പരിക്കേൽപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. 29 മുറിപ്പാടുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇതിൽ 10 എണ്ണം മരണശേഷം സംഭവിച്ചതാണ്. 73 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ, സുഹൃത്ത് വിപിൻ രാജ് തുടങ്ങി 49 സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു. ഇരുതല മൂർച്ചയുള്ള കത്തി, ചുറ്റിക, കുത്തുളി എന്നിവ കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകം നടന്ന് 1 വർഷം തികയും മുമ്പ് തന്നെ കേസിൽ വിചാരണ ആരംഭിച്ചിരുന്നു. എടക്കാട് ദേശീയപാതയിൽ വീണ്ടും അപകടം. ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. മംഗലാപുരത്ത് നിന്ന് മത്സ്യം കയറ്റി കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:40 എടക്കാട് പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇടയിലായിരുന്നു അപകടം. ഡ്രൈവർ മംഗലാപുരം സ്വദേശി ലത്തീഫ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ലോറി താൽക്കാലികമായി വെച്ച കോൺക്രീറ്റ് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതാണ് രക്ഷയായതെന്ന് ഡ്രൈവർ ലത്തീഫ് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഇതേ റോഡിൽ എടക്കാട് അടിപ്പാതയുടെ മുകളിൽ നിന്ന് ജീപ്പ് താഴെ സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ സർവകലാശാലയിൽ KSU പ്രതിഷേധം. പരീക്ഷ ക്രമക്കേട് കാട്ടിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ റദ്ദാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനം ഉപരോധിച്ചു.
തുടർന്ന് പോലീസ് എത്തി ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VC ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. SFI പ്രവർത്തകനായ വിദ്യാർത്ഥിക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ KSU പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനം ഉപരോധിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് ബഹളത്തിനുമിടയാക്കി. 1 മണിക്കൂറോളം ഉപരോധം തുടർന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VC ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് നാശനഷ്ടം. അഞ്ചരക്കണ്ടി കാവൻമൂലം മാമ്പ പോസ്റ്റ് ഓഫീസിന് സമീപം ആരതിയിൽ ദേവദാസിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ഉച്ചക്ക് 1:30 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വീടിന്റെ വർക്ക് ഏരിയ, ബാത്റൂം, അടുക്കളയുടെ വാതിൽ, ഫ്രിഡ്ജ്, ചുമരുകൾ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനായി വീടിന്റെ അടുത്തെത്തുമ്പോഴായിരുന്നു സ്ഫോടന ശബ്ദം കേട്ടതെന്ന് വീട്ടുടമ പറഞ്ഞു. എൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ ഒരു നിറച്ച് വെച്ച സിലിണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ഉഗ്ര സ്ഫോടനം കേട്ടു. ഇവിടെ വന്നാൽ കാണുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യ ജോലിക്ക് പോയിരുന്നു. പിന്നെ 2 ചെറിയ കുട്ടികളാണ്. അവരെൻ്റെ കൂടെ കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഫോടനത്തിന് 1 മണിക്കൂർ മുന്നേ വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നും പുക കണ്ടതായി പരിസരവാസികളും പറയുന്നു. ഒരു 12:30 മണിയായിട്ടുണ്ടാവും. ഇങ്ങനെ വാർപ്പ് അടിച്ചു വരുമായിരുന്നു, വൃത്തിയാക്കുമായിരുന്നു. അന്നേരം പുക ഇങ്ങനെ നല്ല ശക്തിയിലും പോകുന്നുണ്ട്, പിന്നെ ചെറുങ്ങനെയും പോകുന്നുണ്ട് പുക. ഞാൻ വിചാരിച്ചു ഇവിടെ പണിക്ക് പോയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് വരത്തില്ലേ, അന്നേരം വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം ആക്കുന്നതായിരിക്കും, അതാണ് ആ പുക പോകുന്നത്. അതിനത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതും കഴിഞ്ഞ് ഒരു 1-1:30 മണിയാകുമ്പോൾ അല്ലേ ബമ്പൻ ശബ്ദം കേട്ട്, അതിനല്ലേ ഓടി വന്ന് നോക്കുമ്പോക്ക് ഇത് കാണുന്നു. തീയുടെ അംശമില്ലാതെ സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെന്ന് അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് ബാങ്ക് ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരൻ AK അജിത്ത് പറഞ്ഞു. ഇന്ന് ഉച്ചക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഫുൾ സിലിണ്ടറും അതിൻ്റെ അടുത്ത് വെച്ച ഒരു 4 സിലിണ്ടറും കൂടിയാണ് പൊട്ടിയിട്ട് കാണുന്നത്. അപ്പോൾ ഫുൾ സിലിണ്ടർ ഒരു കാരണം വെച്ചാൽ എങ്ങനെ ഇതായാലും ഒരു തീൻ്റെ സാമീപ്യം ഇല്ലാണ്ട് ഒരിക്കലും പൊട്ടില്ല എന്നാണ് നമ്മൾ നീക്കണം. ഒരു തീൻ്റെ സാമീപ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ, അതും സിലിണ്ടറിന് അങ്ങനെ ഇതായിട്ട് പൊട്ടില്ല, പൊട്ടേണ്ട സാധ്യത പറഞ്ഞു. 2 ആഴ്ച മുന്നേ വാങ്ങിച്ചതായിരുന്നു സിലിണ്ടർ. ആ സിലിണ്ടറും കാലിയായ ഒരു സിലിണ്ടറുമാണ് പൊട്ടിത്തെറിച്ചത്. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. തിരികെ വാർത്തയിലേക്ക്. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച മലയാളികളായ കുട്ടികൾക്ക് പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഓലപ്പിപ്പി അവാർഡ് മയ്യിൽ കയറളം ഒറപ്പടി സ്വദേശിയായ പൊന്നാമ്പലക്ക് ലഭിച്ചു. പയ്യന്നൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ KV ലളിത, K ഷാജി, കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്മശ്രീ VP അപ്പക്കുട്ട പൊതുവാളിൽ നിന്നും പൊന്നാമ്പല അവാർഡ് ഏറ്റുവാങ്ങി. നാടൻ കലാ നാടക സിനിമാ പ്രവർത്തകരായ ജിജു ഒറപ്പടി ശിശിരക്കാരായി ദമ്പതികളുടെ മകളാണ് 3ാം തരം വിദ്യാർത്ഥിനിയായ വൈഖരി സാവൻ എന്ന പൊന്നാമ്പല. കേരളത്തിനകത്തും പുറത്തും നാടൻപാട്ട് പരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കുഞ്ഞു വൈഖരി 2 വയസ്സിൽ കയറളം ഒറപ്പടിയിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിക്കിടയിൽ തന്റെ പാട്ടുപാടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും യാതൊരു പരിശീലനവുമില്ലാതെ വേദിയിലെത്തി മിന്നാമിനുങ്ങെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച് കാണികളുടെ കയ്യടി നേടിയാണ് കലാരംഗത്ത് കടന്നു വന്നത്. 2.5 വയസ്സിൽ ഒറപ്പടി കലാകൂട്ടായ്മയുടെ നാട്ടുത്സവം നാടൻ പാട്ടുമേളയിലൂടെ ഉത്തര മലബാറിലെ നിരവധി വേദികളിൽ നാടൻ പാട്ടുകൾ പാടി തുടങ്ങിയ വൈഖരി 3ാം വയസ്സിൽ തന്നെ TV സിനിമാ താരങ്ങളുടെ കൂടെ മെഗാ ഷോകളിലും സാന്നിധ്യമായി. പ്രളയകാലത്ത് പാട്ടുവണ്ടിയിലൂടെ തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ഒറപ്പടി കലാകൂട്ടായ്മയുടെയും നാട്ടുകലാകാരന്മാരുടെയും പ്രവർത്തനത്തിൽ പങ്കാളിയായി. കൊറോണ കാലത്ത് നവമാധ്യമങ്ങളിലൂടെ നിരവധി ഓൺലൈൻ തത്സമയ പരിപാടികൾ അവതരിപ്പിച്ചു. പൊന്നമ്പല എന്ന പേരിൽ കൊറോണ ബോധവൽക്കരണ നാടകം ഓൺലൈനിലൂടെ അവതരിപ്പിച്ച് ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി. മുന്ന, വെളുത്ത മധുരം എന്നീ സിനിമകളിലും ചെറിയ വേഷം ഈ കൊച്ചു കലാകാരി ചെയ്തിട്ടുണ്ട്. അദീന നാടക നാട്ടറിവ് വീടിൻ്റെയും ഒറപ്പടി കലാകൂട്ടായ്മയുടെയും നാടൻ പാട്ടുമേളയുടെ പരിശീലനം നിരന്തരം കണ്ടാണ് വൈഖരിയും നാടൻ പാട്ടുരംഗത്തേക്ക് കടന്നു വന്നത്. ഇപ്പോൾ കണ്ണൂർ അദീന നാടക നാട്ടറിവ് വീടിന്റെ നാട്ടുമൊഴി, പാട്ടുറവ എന്നീ നാടൻ പാട്ടുമേളകളിലെയും അദീന ഫോക്ക് മെഗാ ഷോകളിലെയും മിന്നും താരമാണ്. 9 വയസ്സിനിടയിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമായി 500-ലേറെ വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിന്റെ 2022-ലെ ഭാവന നവപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. IFKK-യിൽ ചലച്ചിത്ര അക്കാദമിയുടെ അനുമോദനം ലഭിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അന്തേവാസികൾക്കായി പാട്ടുകൾ പാടിയും ജയിൽ സൂപ്രണ്ടിന്റെ അനുമോദനവും ആദരവും ലഭിച്ചിട്ടുണ്ട്. 2023-ൽ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ പ്രഥമ ബാല്യശ്രീ പുരസ്കാരവും അഭിനയത്തിന് ഭരത് PJ ആന്റണി സ്മാരക ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാക്കളായ റംഷി പട്ടുവം, ശരത് കൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പൊന്നമ്പലേക്ക് പരിശീലനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലും പരീക്ഷാ ചട്ടലംഘനം നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ ഇളവ് ചെയ്ത സംഭവത്തിലും അന്വേഷണം നടന്നുവരികയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. താവകര സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിക്ഷാ ഇളവ് നൽകിയെന്ന കാരണത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അടുത്ത ദിവസം തന്നെ അക്കാര്യം ചർച്ച ചെയ്യുന്നതിന് സിൻഡിക്കേറ്റ് യോഗം ചേരും. ഇലക്ഷൻ ചട്ടങ്ങൾ കഴിഞ്ഞാൽ സെനറ്റ് യോഗം ചേരുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. അത് നമ്മുടെ ഈ മാൻഡേറ്റിൽ വരുന്നതല്ല. ഞാൻ അതിനെ എന്തായാലും അതും നോക്കുന്നുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല. അടുത്ത ദിവസം നമ്മളത് കൂടുന്നുണ്ട്, മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞാനത് ഒരു നോക്കി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കാം. അത് എന്താണെന്ന് നോക്കട്ടെ. അത് ആദ്യം അത് നോക്കട്ടെ. ഞാൻ അതൊരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലോ. യൂണിവേഴ്സിറ്റി തലത്തിലൊരു തീരുമാനമോ
അങ്ങനെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു തീരുമാനം വന്നു എന്നുള്ള ഒരു അങ്ങനെയൊന്നും ഉള്ള ഒരു തീരുമാനം ഞങ്ങളൊരു ഇത് വന്നു, അത് നോക്കി, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ ഒരു ഫൈനൽ തീരുമാനം അന്വേഷണം നടത്തുന്നു. പുതിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന കാര്യം ആ സമയം തീരുമാനിക്കും. കോപ്പിയടിച്ചതിന് നടപടി നേരിടുന്ന CPM നേതാവിന്റെ മകന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചെന്ന വാർത്ത ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. 9 ലക്ഷത്തോളം രൂപ വില വരുന്ന മാരക ലഹരിമരുന്നായ മെത്തഫിറ്റമിനുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. പട്രോളിങ്ങിനിടെ താളിക്കാവ് വെച്ചാണ് 207.84 ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ വെള്ളോറ കരിപ്പാൽക്കാവിന് സമീപത്തെ പാണ്ഡികശാല ഹൗസിൽ KC മുഹമ്മദ് മഷൂദ്, തളിപ്പറമ്പ് കുറ്റിക്കോൽ LP സ്കൂളിന് സമീപത്തെ ചെക്കൻഡകത്ത് മുഹമ്മദ് ആസാദ് എന്നിവരെയാണ് എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഷറഫുദ്ദീനും സംഘവും അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 207.84 ഗ്രാം മയക്കുമരുന്നാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഇതിലൂടെ വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് വഴി ലൊക്കേഷൻ കാണിച്ച് മയക്കുമരുന്നുകൾ കൈമാറുന്നതിനിടെയാണ് ലക്ഷങ്ങളുടെ ലഹരിമരുന്നുമായി പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുമോൻ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിബു KC, അബ്ദുൽ നാസർ RP, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷാൻ TK, ഗണേഷ് ബാബു PV, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സോൾദേവ് എന്നിവരും ഉണ്ടായിരുന്നു. എളയാവൂർ കാട്ടുമച്ചാൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. വേനൽ മഴ കനക്കുന്നതോടെ പ്രദേശത്തെ റോഡ് ചെളിക്കുളമായി മാറും. ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതിലാണ് ഇതുവഴി ഇപ്പോൾ യാത്ര ദുസ്സഹമായി മാറിയത്. കാലവർഷമെടുക്കുന്നതോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ പല ഭാഗങ്ങളിലും റോഡിന്റെ അവസ്ഥ പരിതാപകരവുമാണ്. ഞാൻ ഈ മുണ്ടയാട് കരയൻ റോഡിൻ്റെ പുതിയതായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സമീപവാസിയാണ്. ഈ റോഡ് വളരെ ദുരിതാവസ്ഥയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഒരു മൊത്തം മണ്ണായി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ തുറക്കും. കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ഒരു എമർജൻസി ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയായത്. കാരണം ഇത് മൊത്തം ചെവിടി മണ്ണാണ്. ഈ മൊത്തം ചെവിടി മണ്ണ് മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെളിയും മണ്ണുമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നോർമലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പണി നടന്നു വരുന്നതേയുള്ളൂ. മേൽപ്പാല നിർമ്മാണത്തിനായി തൂണുകൾ വാർത്തും മണൽ കൂട്ടിയിട്ടതും വേനൽ മഴ ചാറിയതോടെ ചെളി നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാട്ടുമച്ചാൽ എളയാവൂർ അമ്പല റോഡ്. ഇതുവഴി ഭയത്തോടെയല്ലാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാനാവില്ല. മാത്രവുമല്ല, 2 ആഴ്ച കൂടെ കഴിയുന്നതോടെ സ്കൂൾ തുറക്കും. പിന്നെ പുത്തൻ യൂണിഫോമിലെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുക ഈ ചെളിക്കൊണ്ടാണ്. മഴ കനത്താൽ പിന്നെ നടവഴി പോലും ഇതുവഴി പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഈ എളയാവൂർ കാട്ടുമച്ചാൽ റോഡിൽ ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഈ മഴ തുടങ്ങുന്നതോടുകൂടി ഇതിലെ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. ഇവിടെയുള്ള ഈ മണ്ണിട്ട ചെളി മുഴുവനും റോഡിലേക്കൂടെ വന്നിട്ട് വാഹനങ്ങൾക്ക് പോകാനും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാൽനട യാത്രക്കാർക്കും വളരെ ദുഷ്കരമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ തീരുമാനം എടുക്കേണ്ടതാണെന്ന് എല്ലാവരുടെയും വാഹന പോകുന്ന കൂട്ടരുടെയും യാത്രക്കാരുടെയും എല്ലാം അപേക്ഷയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോട്ടിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ എളയാവൂർ ഭാഗത്ത് മുണ്ടിയാട് റോഡ് ടച്ച് ചെയ്യുന്ന റോഡായിരിക്കും ഇത്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിലൂടെ ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ ഇതിലൂടെ വഴി ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായി ആരെല്ലാം ഇതിൻ്റെ സഹകരിക്കാൻ പറ്റുമോ എല്ലാവരും സഹകരിച്ച് ഈ റോഡ് ഇന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് വെള്ളം സൈഡിലോട്ട് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയൊരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. മുണ്ടയാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു നാടിന്റെ തന്നെ ആശ്രയമായ പൊതുവഴി അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ദേശീയപാത അതോറിറ്റി ജീവനക്കാരെങ്കിലും ഇതുവഴി ഒന്ന് വന്ന് നോക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഈ കാട്ടുമച്ചാൽ റോഡ്, പന്നിക്കുന്ന റോഡ്, നമ്മൾ ബൈദ്രപടിക്കുന്ന വരുമ്പോഴുള്ള റോഡ് നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് പണിയുന്ന
പിന്നെ ഫില്ലറിൻ്റെ അടിഭാഗം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചളിയും മണ്ണും വന്ന് നിറഞ്ഞ് ഇപ്പോൾ റോഡ് തന്നെ ഇല്ലാതായിരിക്കുക. അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്തായാലും വേണം നമുക്ക്. സൈഡ് റോഡ് കിട്ടിയേ പറ്റും. ഇതുവരെ സൈഡ് റോഡ് ആക്കിയിട്ടില്ല അവർ. ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിഹാരം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ PWDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളിത് കാണേണ്ടത്. കാൽനട യാത്രക്കാർക്ക് നമുക്ക് ഇതിനകത്ത് കൂടെ നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിലവിലുള്ളത്. നാടിനൊരു വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ സഹകരിക്കുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അവരോട് കുറേ പ്രാവശ്യം പറഞ്ഞു റോഡ് അതിൻ്റെ നടന്നിട്ട് പോകേണ്ട വിധത്തിൽ അതൊന്ന് ശരിയാക്കുന്നുണ്ട്. കുറച്ച് നല്ല മോശമുള്ള വിധത്തിൽ ഒരു കുറച്ച് ഹൈറ്റ് കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും മണ്ണ് വരുന്നത് കുറച്ച് ബ്ലോക്ക് ചെയ്തിട്ടെല്ലാകുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാനുള്ളൊരു സൗകര്യങ്ങളും ഉണ്ടാവും. വാഹനം എങ്ങനെയെങ്കിലും പോകും, വളഞ്ഞിട്ടെല്ലാം പോകും. പക്ഷെ നടന്നിട്ട് പോകേണ്ടവരുടെ കാര്യം വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ ബദൽ മാർഗമൊരുക്കുക, അല്ലെങ്കിൽ മണ്ണ് റോഡിലേക്ക് പടരാതിരിക്കാനുള്ള വഴിയെങ്കിലും ബന്ധപ്പെട്ടവർ കണ്ടെത്തുക. അതുമല്ലെങ്കിൽ മണ്ണിട്ട് റോഡ് ഉയർത്തി നൽകുക. ഇങ്ങനെ പോംവഴികൾ പലതും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും മഴ കനത്താൽ ഇതുവഴി റോഡുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെ വരും. അതാവും ഈ കാലവർഷം എളയാവൂർ നാട്ടുകാർക്ക് സമ്മാനിക്കുക. സിറ്റി ന്യൂസ്, കണ്ണൂർ. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഫുഡ് ഫെസ്റ്റ് നടത്തി. പരിപാടി പുലരി ഹോട്ടലിന് സമീപമുള്ള ഹരിശ്ചന്ദ്ര വീവിംഗ് മിൽ ഗ്രൗണ്ടിൽ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഭക്ഷ്യമേള വളരെയേറെ ആകർഷകമായിട്ടുണ്ട്, വിജയകരമായിട്ടുണ്ട്, ആസ്വാദ്യകരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരിമാരും അമ്മമാരും ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ശ്രമിച്ചാൽ വളരെ രുചികരമായ ആരോഗ്യദായകമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ വിജയകരമായ ഭക്ഷണം. ചെറിയ മക്കൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ വാസ്തവത്തിൽ ഒരു അത്ഭുതകരമായ നിലയിലുള്ളതാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 13 വർഷം മുന്നേ രൂപീകരിച്ച കൂട്ടായ്മയാണ് കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ. ഇത് 2ാം തവണയാണ് ഫുഡ് ഫെസ്റ്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ഭംഗിയായി നടത്തുന്നതും. വിവിധ വീടുകളിൽ നിന്നും രുചിവൈവിധ്യം നിറഞ്ഞതും സ്വാദിഷ്ടവുമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സ്റ്റാളിൽ വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. 20ഓളം സ്റ്റാളുകളും 100ലധികം വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. ഒരു ചെറിയൊരാളെ നടത്തുന്ന ഒരു സ്റ്റാളിൻ്റെ ഇവിടെ മോൻ പറ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? ന്യൂട്രിമിക്സ് ഉണ്ട, ഉപ്പിലിട്ടത്. എന്തത്? ഉപ്പിലിട്ടത്. അതെന്താ? ഉപ്പിലിട്ട ക്യാരറ്റ് അല്ലേ? ഓക്കെ. കസ്കസിന്റെ സ്ക്വാഷ്, കോളിഫ്ലവർ ഫ്രൈ, പായസം, കട്ട്ലറ്റ്. ഇതൊക്കെ അമ്മയാണോ ഉണ്ടാക്കി തന്നെ? പിന്നെ നീ തന്നെ ആക്കിയത്? ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫുഡ് ഫെസ്റ്റിൽ നിന്നും കഴിക്കാനും പാർസൽ ചെയ്ത് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് CK, പ്രസിഡന്റ് വിനുഭായ് പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കാരായി ദിവാകരൻ, മഞ്ജുള, വിശാലാക്ഷൻ, ട്രഷറർ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ അജയ് PP, വസുമതി ദാമോദരൻ എന്നിവരും പങ്കെടുത്തു. എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാടൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിനതിൻ്റെതായ രുചിയുണ്ട്, ആകർഷകത്വമുണ്ട്, ആസ്വാദ്യതയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത. വീട്ടുകാരുടെ അവന് കക്കാട് സാർ മുഴുവൻ ഈ കുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളായത്. എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്? എത്ര സമയം എടുത്ത് ഉണ്ടാക്കാൻ? നോക്കിയതാ? ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാ? അരിയുണ്ടേ? ശരിക്കും പറയുവാണെങ്കിൽ ന്യൂട്രിമിക്സ് ഇതെല്ലാം ഇതെല്ലാം ഇതിൽപ്പെട്ടതാ? ന്യൂട്രിമിക്സ് പെട്ടതാ? ഇത് നെല്ലിക്ക നല്ലതാ. എന്താ പായസ?
കോളിഫ്ലവർ ചില്ലി. അത് കട്ട്ലറ്റ്സ്. സ്നേഹക്കൂട്ടായ്മയും സഹകരണവും ഉറപ്പുവരുത്തുകയാണ് ഇത്തരം ഫുഡ് ഫെസ്റ്റുകളിലൂടെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ കക്കാട് റെസിഡൻസ് അസോസിയേഷൻ്റെ വകയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ കാണുമ്പോഴേ നമ്മൾ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടില്ലേ, വായിൽ കപ്പലോടുക എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് സംഘടിപ്പിച്ച സംഘാടകർ നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ തന്നെ പറയട്ടെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യവും ഏതൊക്കെ രീതിയിലാണ്. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അഭിമാന മുഹൂർത്തമാണ് ഇന്ന്. ഞങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ ഫുഡ് ഫെസ്റ്റിവലാണിത്. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷത്തോളമായി. പിന്നെ ഇന്ന് ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രുചി വൈവിധ്യം നിറഞ്ഞതും സ്വാദുള്ളതുമായ ഒട്ടേറെ വിഭവങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് ഭക്ഷിക്കുകയും അതേപോലെ തന്നെ പാർസലാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം സ്റ്റാളുകൾ ഇവിടെ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പിന്നെ നല്ലവണ്ണം എല്ലാവരും, അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളും ഇവിടെ നടക്കുന്നതായിരിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വെറും ഇങ്ങനെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു സ്നേഹക്കൂട്ടായ്മ ഇതിലൂടെ അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ പ്രധാനപ്പെട്ട മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കം പലരും ഇതിൻ്റെ പിന്നിൽ പിന്നെ സ്റ്റാൾ എടുത്തിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ശ്രീമതി ബിനുവായി പ്രഭാകരൻ. അവർ ആഡ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കുന്നതായിരിക്കും. മാഡം പറയൂ, ഇതാ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴേ തന്നെ കേക്കിൻ്റെ ഒക്കെ മണ്ണടിക്കുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ട്, നല്ല രുചിയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണല്ലോ. അപ്പം അതിൽ മായമൊന്നുമില്ല, മായമൊന്നും ചേർക്കാത്തതാണ്. അപ്പം എല്ലാവരും നല്ലൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന, അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനവും ഇതിലില്ല. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പം 18 സ്റ്റോളുണ്ട് നമ്മളത്. 18 സ്റ്റോളിലും എല്ലാവരും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം. വെറൈറ്റി ആയിട്ട് ജ്യൂസസ് ഒക്കെ ഉണ്ട്. ജ്യൂസ് ഉണ്ട്, സർബത്ത് എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ, എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ. 9 മണി വരെ, 5 മണി മുതൽ 9 മണി ഉണ്ടാവും. ഇഷ്ടംപോലെ ഈ ചുറ്റുപാടിലെ ആൾക്കാർക്കെല്ലാം നല്ലൊരു ഇതാണ്. 2018 ആദ്യം നടത്തിയത്. ഇതേപോലെ തന്നെ അതും നന്നായി നല്ലവണ്ണം വിജയിച്ചൊരു ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പം എന്തായാലും ഇത് ഒന്നും കൂടി നടത്താൻ നമ്മൾ അസോസിയേഷൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പം നിയറസ്റ്റ് ഒരു 10 ദിവസത്തിന് മുന്നേ തീരുമാനിച്ചതേ ഉള്ളൂ. നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ. എല്ലാ പരിപാടികളും നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടായ്മയാണ്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിളിച്ചത് ചെറിയാൻ ഫിലിപ്പ് വഴിയെന്ന് ജോൺ ബ്രിട്ടാസ് MP. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി തിരുവഞ്ചൂർ തുടർച്ചയായി വിളിച്ചിരുന്നു. ജുഡീഷ്യൽ അന്വേഷണവും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടത് CPM. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടതും പാർട്ടി അറിവോടെ. ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ തിരുവഞ്ചൂരും PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് CPMന്റെ ആവശ്യം ഉമ്മൻചാണ്ടി സമ്മതിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം
അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം, അതൊരു രീതിയാണെന്ന്. പക്ഷേ ആ ഒരു പട്ടികപ്പെടുത്തുന്ന ആളൊന്നും അല്ല ജോൺ മുണ്ടക്കയൻ. ഒരു പക്ഷേ അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാതി ഭാഗമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യണം. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.